നിലമ്പൂരിലെ പരാജയത്തിൽ നിന്ന് CPM പഠിക്കുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ 100-ാം വർഷം ആഘോഷിക്കുന്ന സന്ദർഭത്തിലാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തോൽവിയുണ്ടായിരിക്കുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർക്ക് നിർത്താവുന്ന ഏറ്റവും പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയാണ് അവർ രംഗത്തിറക്കിയത്, പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗമായ M. സ്വരാജ്. കോൺഗ്രസും UDFും രംഗത്തിറക്കിയത് ദീർഘകാലം നിലമ്പൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആര്യാടൻ മുഹമ്മദിൻ്റെ മകനെയാണ് രംഗത്തിറക്കിയത്, ആര്യാടൻ ഷൗക്കത്ത്. അപ്പോൾ ഈ പ്രചരണ വേളയിൽ ഉടനീളം കണ്ട ഒരു പ്രത്യേകത, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ മഹത്വം അദ്ദേഹത്തെ വിഗ്രഹമായി ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു ഇടതുമുന്നണി തിരഞ്ഞെടുപ്പിന് നേരിട്ടത്, പ്രത്യേകിച്ചും CPM. ഒരു അരനൂറ്റാണ്ട് കാലത്തെ നമ്മുടെ തെരഞ്ഞെടുപ്പ് മത്സരങ്ങൾ പരിശോധിച്ചാൽ ഇടതുപക്ഷം ഒരിക്കലും ഒരു നേതാവിനെയും അത്തരത്തിൽ വിഗ്രഹവൽക്കരിക്കുകയോ ഉയർത്തി കാണിക്കുകയോ ചെയ്തിട്ടില്ല. EMSനെയും നയനാരെയും VS അച്യുതാനന്ദനെയും പിണറായി വിജയനെയും അടക്കം ഉയർത്തി കാണിച്ചുകൊണ്ടല്ല ഇടതുമുന്നണി ഒരിക്കലും തിരഞ്ഞെടുപ്പുകളെ നേരിട്ടിട്ടുള്ളത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വ്യക്തികളെ ഉയർത്തി കാണിച്ചുകൊണ്ടല്ല മത്സരിക്കുക. അപ്പോൾ വലിയൊരു മാറ്റമാണ് ഇടതുപക്ഷത്തിന് സംഭവിച്ചിരിക്കുന്നത്. ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിനെ പോലെ UDFനെ പോലെ വ്യക്തികളെ ഉയർത്തി കാണിച്ച് അവരെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ജയിച്ചു കയറാൻ ശ്രമിക്കുക. അത്തരം ഒരു ശ്രമം നടത്തിയിട്ടും ഇടതുപക്ഷം എന്തുകൊണ്ട് പരാജയപ്പെട്ടു? കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് വലിയ തോൽവിയാണ് സംഭവിച്ചത്. 20-ൽ 18 സീറ്റുകളിലും UDFാണ് വിജയിച്ചത്. ഒരു സീറ്റ് BJP സ്വന്തമാക്കി. അതിനു മുമ്പ് നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും UDF വിജയിച്ചു. ഒരു സീറ്റിൽ മാത്രമാണ് അന്നും CPMന് വിജയിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ആവർത്തിച്ചുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിലെ തോൽവി, രണ്ടാം പിണറായി സർക്കാർ വന്നതോടെ തുടർഭരണമെന്ന് ഊറ്റം കൊള്ളുമ്പോൾ തന്നെ ഈ തുടർഭരണകാലത്ത് നടന്ന 5 അസംബ്ലി തെരഞ്ഞെടുപ്പ് മത്സരങ്ങളിൽ 4ലും UDFാണ് വിജയിച്ചത്. ചേലക്കരയിൽ മാത്രമാണ് LDFന് വിജയിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ചേലക്കരയിലാകട്ടെ 40,000 വോട്ടിന് വിജയിച്ച K. രാധാകൃഷ്ണൻ്റെ ചേലക്കര മണ്ഡലം അവിടെ കഷ്ടിച്ച് LDF വിജയിച്ചത് 12,000 വോട്ടിനാണ്. അപ്പോൾ അവിടെയും വോട്ടിംഗ് ശതമാനത്തിൽ ഒരുപാട് കുറവ് ഇടതുപക്ഷത്തിന് സംഭവിച്ചു. അപ്പോൾ ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിയോടുകൂടി ഇടതുപക്ഷം പുതിയ ഒരു നിലപാടാണ് നിലമ്പൂരിൽ സ്വീകരിച്ചത്. ന്യൂനപക്ഷ ഏകീകരണം UDF നടത്തുന്നു എന്ന പ്രചരണം, ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ UDFനുണ്ട്, അതുകൊണ്ട് അതൊരു വർഗീയ മുന്നണിയാണ്, വർഗീയ മുന്നണിയുടെ സഹായത്തോടെയാണ് UDF മത്സരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു മത്സര രീതിയാണ് നിലമ്പൂരിൽ കാഴ്ചവെച്ചത്. പക്ഷേ എന്നാൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ അടിയന്തരാവസ്ഥ കാലത്തും അതിനുശേഷവും RSSുമായി തങ്ങൾ സഹകരിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തൽ ഭൂരിപക്ഷ വർഗീയതയെ അറിഞ്ഞോ അറിയാതെയോ പ്രീണിപ്പിക്കാനുള്ള ഒരു ശ്രമമായി ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. പാർട്ടിക്കുള്ളിൽ തന്നെ അത് വലിയ ചർച്ചയായി. ഇപ്പോൾ 11,000 വോട്ടിന് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചതോടെ അത് വലിയ വിമർശനങ്ങൾക്ക് പാർട്ടിക്കകത്ത് തന്നെ, പാർട്ടി സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും തന്നെ വിമർശനങ്ങൾ നേരിടുകയാണ് നേതൃത്വം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിഷയം അൻവറിൻ്റെ മത്സരവും അൻവർ നേടിയെടുത്ത 20,000-ഓളം വോട്ടുമാണ്. അൻവറിനെ പോലെ ഒരു സ്വതന്ത്രനെ വളർത്തിയതും അദ്ദേഹത്തെ കയറൂരി വിട്ടതും
എല്ലാവരെയും ആക്രമിക്കാനുള്ള ഒരു ആയുധമായി അൻവറിനെ കൊണ്ടു നടന്നതും എല്ലാം തന്നെ പിണറായി വിജയനും കൂട്ടരുമാണ്. അപ്പോൾ പിണറായിയുടെ അടുത്ത ആളായി അറിയപ്പെട്ടിരുന്ന അൻവർ മറുകണ്ഠം ചാടി പിണറായിസത്തിനെതിരെ തന്നെ രംഗത്ത് വന്ന് ഒറ്റയ്ക്ക് മത്സരിച്ച് UDFിലേക്ക് പ്രവേശനത്തിന് ശ്രമിച്ചെങ്കിലും അതും യാഥാർത്ഥ്യമാകാതെ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ച് 20,000-ഓളം വോട്ട് നേടിയെടുത്തു. ഈ വോട്ടുകൾ ആരുടേതാണെന്നാണ് ഇപ്പോൾ ചർച്ച. എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ വോട്ടുകൾ പകുതിയെങ്കിലും, ഈ 20,000-ൽ 10,000 വോട്ടെങ്കിലും ഉറപ്പായും ഇടതുപക്ഷത്തിൻ്റെ വോട്ടാണെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി വ്യക്തിപൂജ നടത്തുന്നത് പോലെ ആ വ്യക്തിപൂജ ഇപ്പോൾ സ്വരാജിലേക്ക് എത്തി നിൽക്കുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം ഇത് ആവർത്തിക്കുമോ എന്ന് കണ്ടറിയണം. നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ M സ്വരാജിനു വേണ്ടി വൈശാഖനും അശോകൻ തെരുവിലും ഉൾപ്പെടെയുള്ള എഴുത്തുകാർ, പാർട്ടി സാഹിത്യകാരന്മാർ രംഗത്ത് വന്നിരുന്നു. അവരെല്ലാം സ്വരാജിന് പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമല്ല, തങ്ങൾക്ക് നിലമ്പൂരിൽ വോട്ടില്ലല്ലോ എന്ന് ഓർത്ത് അവർ കേഴുകയും ചെയ്തു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അവരാരും തന്നെ പ്രതികരിക്കുന്നില്ല. അപ്പോൾ വൈശാഖൻ ഉൾപ്പെടെയുള്ള എഴുത്തുകാർ മൊത്തം കേരളത്തിലെ സാഹിത്യകാരന്മാരുടെ, എഴുത്തുകാരുടെ പിന്തുണ, അതിൻ്റെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കണ്ട എന്ന് കൽപ്പറ്റ നാരായണൻ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ കൽപ്പറ്റ നാരായണനും കാരശ്ശേരിയും അടക്കമുള്ള സാഹിത്യകാരന്മാർ നിഷ്പക്ഷമായ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. കാരണം ഒരു വ്യക്തിയെ പുകഴ്ത്തിക്കൊണ്ട്, വ്യക്തിയെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് അത് ശരിയല്ലെന്നും, എഴുത്തും വായനയും കൊണ്ട് ആ എഴുത്തുകാരെ കൊണ്ട് സമൂഹത്തിന് എന്ത് പ്രയോജനം ഉണ്ടാകുന്നു എന്നാണ് പരിശോധിക്കപ്പെടേണ്ടതെന്ന് നടനും എഴുത്തുകാരനുമായ ജോയി മാത്യു പറഞ്ഞിരുന്നു. അപ്പോൾ ജോയി മാത്യു പറഞ്ഞ പ്രസക്തമായൊരു കാര്യം, മഴയത്തും വെയിലത്തും സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശുമാരെക്കുറിച്ച് അവർ മിണ്ടുന്നില്ല. വെറ്റിനറി വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തെക്കുറിച്ച് ഈ സാഹിത്യകാരന്മാർ മൗനം പാലിക്കുന്നു. അപ്പോൾ കേരളം നേരിടുന്ന പ്രതിസന്ധികളിലൊക്കെ മൗനം പാലിക്കുന്ന ഇവർ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വായനക്കാരനാണ്, അതുകൊണ്ട് മഹാനാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത് എഴുത്തുകാരുടെ മഹത്വത്തിന് തന്നെ പോറലേൽപ്പിക്കുന്ന ഒന്നാണ്. KS അച്യുതാനന്ദൻ അടക്കം, സാറാ ജോസഫ് അടക്കം കേരളത്തിലെ എഴുത്തുകാർ ആശാസമരത്തിനു വേണ്ടി പരസ്യമായി രംഗത്ത് വന്നിരുന്നു. അപ്പോൾ പോലും മൗനം പാലിച്ച, പരോക്ഷമായെങ്കിലും ആശാസമരത്തെ തള്ളിപ്പറഞ്ഞ ആളുകളാണ് സ്വരാജിനു വേണ്ടി രംഗത്തിറങ്ങിയത്. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി നിലമ്പൂരിൽ ഇപ്പോഴും സമരം തുടരുന്ന ആദിവാസികളുടെ സമരത്തെക്കുറിച്ചും അവർ, A. വാസുവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തെക്കുറിച്ചും അവർ മൗനം പാലിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് എഴുത്തുകാരൻ സാമൂഹിക പ്രതിബദ്ധതയുള്ള എഴുത്തുകാരനാണെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ അനീതികൾക്കെതിരെയും നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിശ്ചിതമായ രീതിയിൽ നോക്കിക്കാണാനും എഴുത്തുകാരന് കഴിയണം. അപ്പോൾ മാത്രമാണ് അവരെ ജനങ്ങൾ അംഗീകരിക്കുക.